വയനാട്ടിലെ ദുരന്തഭൂമിയിൽ നിന്നുള്ള മരണത്തിൻ്റെ ചിത്രം മാറുന്നു. 48 പേർ മരിച്ചു എന്ന രീതിയിൽ ഇപ്പോൾ വാർത്ത വരുന്നു. ഷഹദ് റഹ്മാൻ അറിയിക്കുന്ന ഒരു കാര്യം, ചാലിയാറിൽ നിന്ന് മാത്രം 13 മൃതദേഹങ്ങൾ കണ്ടെടുത്തു എന്നാണ്. ഈ 13 മൃതദേഹങ്ങൾ ഇപ്പോൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മൃതദേഹങ്ങളിൽ പലതും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണുള്ളതെന്നും ഷഹദ് റഹ്മാൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. എന്തായാലും 48 പേർ മരിച്ചുവെന്ന് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളിൽ 50 കടന്നു. ഇപ്പോൾ 49 പേർ മരിച്ചു എന്ന വാർത്ത ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ യഥാർത്ഥത്തിൽ മരണം പെയ്തിറങ്ങിയ ഈ ഉരുൾപൊട്ടലിൽ 49 പേർക്ക് ജീവഹാനി സംഭവിച്ചു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. എന്നാൽ അനൗദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്ന് 50-ലധികം പേർ മരിച്ചു എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഷഹദ് റഹ്മാൻ ടെലിഫോണിൽ ചേരുന്നു. ഷഹദ്, ഏറ്റവും വിശദമായ വിവരങ്ങൾ എന്താണ്? ഏറ്റവും പുതുതായിട്ട് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ചാലിയാറിൽ നിന്ന് നിലവിൽ 13 മൃതദേഹങ്ങളാണ് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതിൽ സ്ത്രീകൾ എത്ര, പുരുഷന്മാർ എത്ര എന്ന് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ഒരു എണ്ണം ജില്ലാ ഭരണകൂടത്തിനോ അല്ലെങ്കിൽ പോലീസിനോ എടുക്കാൻ സാധിച്ചിട്ടില്ല. അതിന് പ്രധാനമായിട്ടും പ്രതിസന്ധി കാരണം ഈ മൃതദേഹങ്ങളൊക്കെ തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യത്തിലാണ്. മാത്രവുമല്ല പല മൃതദേഹങ്ങളുടെയും ശരീര ഭാഗങ്ങളാണ് പല മേഖലകളിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ അത്തരം വിശദാംശങ്ങൾ ലഭ്യമല്ല. കാരണം പോലീസ് അത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും പോലീസ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഈ 13 മരണങ്ങളാണ്. അതോടൊപ്പം തന്നെ ഈ പുഴയ്ക്കപ്പുറത്ത്, അതായത് ചാലിയാറിന്റെ പുഴയ്ക്കപ്പുറത്ത് ഏകദേശം 4-ലധികം ആളുകളെ രക്ഷപ്പെടുത്താൻ, അല്ലെങ്കിൽ 4-ലധികം മൃതദേഹങ്ങൾ കണ്ടെടുക്കാനുണ്ട് എന്നുള്ളതാണ്. അതായത് മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, പക്ഷെ അത് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ ഔദ്യോഗികമായിട്ടുള്ള കണക്കാണ് ഈ 4 എന്നുള്ളത്. ഇരുട്ടുകുത്തിയിൽ നിന്ന് ഈ കരയുടെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരേണ്ടത് 4 എന്നാണ്. എന്നാൽ അനൌദ്യോഗിക കണക്കനുസരിച്ച് ഏകദേശം 8ഓളം മൃതദേഹങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അവിടെ വലിയ രീതിയിലുള്ള കുത്തൊഴുക്കാണ് പുഴയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഏറെ ദുഷ്കരമാണ്. അപ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് ഇപ്പോൾ അക്കരെയുള്ള ആളുകൾ നിലവിലെ സാഹചര്യത്തിൽ ഇക്കരയിലേക്ക് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള നടപടിക്രമങ്ങൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇവിടെ നിലമ്പൂർ ആശുപത്രിയിൽ ഇപ്പോൾ 13 മൃതദേഹങ്ങളാണ് ഉള്ളത്. ഓക്കെ, താങ്ക് യു ഷഹദ് റഹ്മാൻ. അതായത് സജിത ജോളി പറയുന്നു, രക്ഷാപ്രവർത്തനം നടത്തുന്നത് പോലീസല്ല ഫയർഫോഴ്സ് എന്ന് പറഞ്ഞ് പഠിക്കണം എന്നാണ് പറയുന്നത്. ഫയർഫോഴ്സും NDRF സംഘവും ഈ പുഴയ്ക്ക് കുറുകെ കെട്ടിയ വടത്തിലൂടെ അപ്പുറം കടന്നു എന്ന വാർത്ത വരുന്നു. NDRF സംഘവും രക്ഷാപ്രവർത്തനത്തിലുണ്ട്. പോലീസുകാരും അവർക്ക് ആവശ്യമായ രീതിയിലൊക്കെ തന്നെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. എന്തായാലും മുണ്ടക്കൈയിൽ ആളെ രക്ഷപ്പെടുത്തിയ ഫയർഫോഴ്സാണ് എന്നുള്ള വിവരം ഞങ്ങൾ സ്ഥിരീകരിക്കുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങളുമായി KR ഗോപികൃഷ്ണൻ കൂടി ചേരുന്നു. അതിനിടയിൽ ഒരു കാര്യം കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറഞ്ഞിട്ടുള്ളത്, പല പുഴകളും നദികളും ഒക്കെ തന്നെ കരകവിഞ്ഞ് ഒഴുകുന്നു. ചിലയിടത്ത് ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്ന പല പ്രദേശങ്ങളിലും ഉള്ള ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്താൻ സാധ്യതയുണ്ട്. പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവിധമായ ജാഗ്രതകളും പാലിക്കണം. ഈ ഹൈറേഞ്ചിലേക്കുള്ള യാത്ര ഒഴിവാക്കണം. മൂന്നാർ ഗ്യാപ്പിൽ മണ്ണിടിച്ചിലുണ്ടായി, നേരത്തെ തന്നെ വിവരമുണ്ടായി. പല ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളും അടച്ചിടാനും തീരുമാനിച്ചിട്ടുണ്ട്. നിതിൻ അംബുജൻ കൂടി റിപ്പോർട്ട് ചെയ്യുന്നു. അതിശക്തമായ മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിലാണ് മലയാറ്റൂർ വന ഡിവിഷന് കീഴിലുള്ള കാലടി, മഹാഗണിത്തോട്ടം, പൂതത്താൻകെട്ട്, പാണിയേലി പോരെ എന്നീ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചിടാൻ തീരുമാനിച്ചതായി നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ലോകസഭയിൽ ഈ വയനാട്ടിൽ നടന്ന ദുരന്തത്തിൻ്റെ യഥാർത്ഥ ചിത്രം വരച്ചു കാട്ടിയെന്ന് ഡൽഹിയിൽ നിന്നും അച്യുതൻ ഇപ്പോൾ അറിയിക്കുന്നു. എറണാകുളത്ത് നിന്ന് മാത്രം 50 പേരടങ്ങുന്ന ഒരു ഫയർഫോഴ്സ് സംഘം ഇപ്പോൾ വയനാട്ടിലേക്ക് യാത്ര തിരിച്ചുവെന്നും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വരുന്നുണ്ട്. അതുപോലെ വ്യോമസേനയുടെ 2 ഹെലികോപ്റ്ററുകൾ ദുരന്ത ഭൂമിയിലേക്ക് യാത്ര തുടങ്ങിയതായും അച്യുതൻ ഡൽഹിയിൽ നിന്ന് അറിയിക്കുന്നു. ആർമി സംഘത്തെ കൂടി കേന്ദ്രം ഇപ്പോൾ നിയോഗിച്ചുവെന്ന വാർത്തയും ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി ഈ ദുരന്ത മണ്ണിലെ കൂടുതൽ ദുരിതങ്ങൾ പെയ്തിറങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ള ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി KR ഗോപികൃഷ്ണൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. ഓവർ ടു ഗോപികൃഷ്ണൻ. ഈ ദുരന്തമുഖത്ത് രക്ഷാദൗത്യത്തിന് നമ്മൾ ഏറെ പ്രതീക്ഷ അർപ്പിക്കുന്നതും നമ്മൾ ആശ്രയിക്കുന്നതും സൈന്യത്തെയാണ്. അതുകൊണ്ട് തന്നെ വ്യോമസേനയുടെ 2 ഹെലികോപ്റ്ററുകൾ ദുരന്ത മേഖലയിലേക്ക് എത്തുന്നു. കരസേനയുടെ ഒരു ടീം അവിടേക്ക് എത്തുന്നു എന്നത് ആശാവഹമായ വിവരങ്ങളാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം നടത്തിയിട്ടുള്ള അതിസാഹസികമായ പ്രവർത്തനങ്ങളാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മണ്ണിൽ പൂണ്ടുകിടന്ന ഒരാളെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം രക്ഷപ്പെടുത്തിയിരിക്കുന്നത്.